കടലിൽ വരവരയ്ക്കുന്നത് പോലെ എല്ലാവർക്കും മരിക്കാൻ കിടക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയില്ല. അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ആ വാപ്പയുടെയും മകന്റെയും ചരിത്രം കേൾക്കുമ്പോ ഓരോ മുസ്ലിമിന്റെയും രക്തം തിളയ്ക്കുകയാണ്. അത്രയ്ക്കും മനോഹരമായ ചരിത്രമുള്ള രണ്ട് പ്രവാചകന്മാര് അല്ലാഹുവിന്റെ ഖലീലാണ്, അല്ലാഹുവിന്റെ ഖലീലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പരിശുദ്ധമായ കഅബാലയം ഈ ഭൂമിയുടെ മധ്യഭാഗത്ത് പടച്ചവന്റെ അർശിന്റെ താഴ്ഭാഗത്ത് റബ്ബിനെ ആരാധിക്കാം. ആദ്യമായിട്ടൊരു പള്ളി കെട്ടി വിശുദ്ധമായ കഅബാലയം, ആ കഅബയുടെ പണി പൂർത്തിയായി കഴിഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. എന്തേ ചെയ്തതെന്നറിയുമോ? അല്ലാഹുവിനോട് ചെയ്ത ദുആ എന്താ? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. പടച്ചവരെ, ഈ സൽക്കർമ്മത്തിനെ സ്വീകരിക്കണേ അല്ലാഹ്. എന്നിട്ട് ഇബ്രാഹിം നബി തന്റെ പൊന്നുമോനെ പുറകിൽ പിടിച്ചിരുത്തി വാപ്പ ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ ഒരു മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ്. ആരാ ദുആ ചെയ്തത്? ആരാ ദുആ ചെയ്തത്? തന്റെ പൊന്നുമോനെ പടച്ചവന് വേണ്ടി അറുത്തു കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഒരു മടിയില്ലാതെ തന്റെ പൊന്നുമകന്റെ കഴുത്തിൽ കത്തിവെച്ച പ്രവാചകനാണ്. ആരാ ആമീൻ പറഞ്ഞത്? 11 വയസ്സുള്ള പൊന്നുമോനോട് വാപ്പ പറയുന്നു, മോനെ ഇസ്മായിലേ, നിന്നെ അറുത്തു കൊടുക്കാൻ അല്ലാഹു പറഞ്ഞിരിക്കുന്നു. ഇസ്മായിൽ മോനെ, നിന്റെ അഭിപ്രായം എന്താ? കൊച്ചുകുട്ടി ഉപ്പയോട് പറയുന്നു, ഉപ്പാ, അല്ലാഹു പറഞ്ഞതനുസരിക്ക് വാപ്പാ, നമുക്ക് നാളെ സ്വർഗത്തിൽ വെച്ച് കാണാ എന്ന് പറഞ്ഞു കൊടുത്ത പൊന്നുമോനുണ്ടല്ലോ. വാപ്പ കഴുത്തിൽ കത്തിവെച്ചറുക്കാൻ പോകുമ്പോ വാപ്പയോട് മകൻ പറയുന്ന, ഉപ്പാ, എന്റെ കൈ രണ്ടും കെട്ടിയിട്ട് തിരിച്ചിട്ടറുക്കു വാപ്പാ, എന്നെ ചരിച്ചു കിടത്തിയിട്ടറുക്കു വാപ്പാ. കാരണം എന്റെ കഴുത്തിലേക്ക് കത്തിവെക്കുമ്പോ എന്റെ മുഖം കാണുമ്പോ ഉപ്പാന്റെ മനസ്സ് വേദനിക്കുമല്ലോ, അതുകൊണ്ട് ചരിച്ചിട്ടെന്നെ അറുക്കാ. വാപ്പയോട് പറഞ്ഞു കൊടുത്ത ഇസ്മായിൽ എന്ന പൊന്നുപോൽ അതാ പുറകിലിരുന്ന് ആമീൻ പറയുകയാ. എന്റെ ദുആ ചെയ്തത് റബ്ബേ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാ ഭാഗ്യം തരട് എന്ന് കഅബാലയത്തിന്റെ മുറ്റത്തിരുന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി ഈജിപ്തിന്റെ ഭരണാധികാരിയായി സ്വർണ്ണ സിംഹാസനത്തിലേക്ക് കയറിയിരിക്കുമ്പോ യൂസുഫ് നബി 2 കൈയും ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്ത ദുആ എന്താണ്? റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക് വഅല്ലംതനീ മിൻ തഅവീലിൽ അഹാദീസ് فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما. അടിമയായി എനിക്ക് ഈജിപ്തിന്റെ അധികാരം തന്നു പഠിച്ചവര്, എനിക്ക് സ്വപ്നവ്യാഖ്യാനങ്ങൾ പഠിപ്പിച്ചു തന്നു പഠിച്ചവര്, ഇതെല്ലാം നിന്റെ ഔദാര്യമാണ്, ഇതെല്ലാം നിന്റെ ഔദാര്യമാണ്. പക്ഷേ യൂസുഫിന് വേണ്ടതെന്തെന്നറിയുമോ? എന്റെ അഭിലാഷം എന്തെന്നറിയുമോ? എന്റെ ആഗ്രഹം എന്തെന്നറിയുമോ? ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടി എന്നറിയുമോ? അല്ലാഹുവേ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് തവഫനി മുസ്ലിമാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാനാണ്. എനിക്കതിനുള്ള ഭാഗ്യം തരണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യൂസുഫ് നബി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട ഉപ്പയോട്, ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരോട്, ഒരു ദിവസത്തിൽ 5 നേരം നിനക്ക് തോന്നുമ്പോ പള്ളിക്കകത്ത് പോയി തലകുത്തി മറിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ആഴ്ചയിലൊരിക്കൽ വെള്ളിയാഴ്ച 1 മണിയാകുമ്പോ 1:15 ചാടി പള്ളിക്കകത്ത് കയറി 2 റക്അത്ത് തലകുത്തി മറിഞ്ഞിട്ട് മുസ്ലിമാണെന്ന് പറഞ്ഞ് ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ
കടന്നുപോയാ ചെറുപ്പക്കാരാ കഴിയുവോ പൊന്നുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് പടച്ചവന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലേക്ക് പറന്നു പോകാമെന്ന് കരുതല്ലേ, അങ്ങനെ കരുതല്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി